Once again, welcome back to KC's Classes. KC's Classes-ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാണാത്തവരാണെങ്കിൽ കാണാം. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് എക്സാമിൻ്റെ തലേ ദിവസം ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിലും പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദെൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാസ്സാകാൻ വേണ്ട കാര്യം ആദ്യം പറയാം. നമുക്കറിയാം പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ്. എങ്ങനെ ഈ 35 മാർക്കിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും? ഒരു പ്രോബ്ലം പേപ്പറാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റേണൽ 20-ൽ 10 മാർക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, 10 മാർക്ക് നമുക്ക് MCQയിൽ നിന്നോ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഒരു 80-ൽ 25 അല്ല അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഏതൊക്കെ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാർട്ട് എയും പാർട്ട് സിയും, ഈ 2 പാർട്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഏരിയാസ് ആണ്. പാർട്ട് എയിൽ നമുക്ക് 15 ചോദ്യങ്ങൾ തിയറി ചോദ്യങ്ങളാണ്. സോ ഈ 15 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു 5-ഓ 6-ഓ കിട്ടാൻ ഒരു പാടുമില്ല. കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് 7 മുതൽ 8 ചോദ്യങ്ങൾ വരെ ഈ ഒരു സബ്ജക്റ്റിൽ 2 മാർക്സിൻ്റെ വരും. നമുക്ക് 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. ആദ്യത്തെ മൊഡ്യൂൾ ഒരു ഓഡ് 1 ആണ്, സിംഗിൾ എൻട്രി. ബാക്കിയൊക്കെ കമ്പനി അക്കൗണ്ട്സ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനി, പിന്നെ IFRS, ഇതാണ് ബാക്കി വരുന്ന കാര്യങ്ങൾ. ഇതിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 മാർക്സിൻ്റെ തിയറി ചോദ്യങ്ങൾ ഒരു 7 മുതൽ 8 എണ്ണം വരെ വരും 15 എണ്ണത്തിൽ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ഒരു 14 മാർക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിച്ചാണ്, ആദ്യത്തെ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പാസ്സാകാൻ പറ്റുമോ? പറ്റും. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ പാസ് മാർക്കിൻ്റെ അടുത്തെത്തും. കാരണം 2 മാർക്സിൻ്റെ 7 എണ്ണം മിനിമം പ്രതീക്ഷിക്കാം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. മനസ്സിലാവുണ്ടോ? അത് ഏതൊക്കെയാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു പാർട്ട്. ദെൻ പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് 4 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ 3 പ്രോബ്ലവും ഒരു തിയറിയാണ് വരിക. ഒരു തിയറി സാധാരണ വരാറ് IFRSൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു തിയറി. പിന്നെ പ്രോബ്ലം വരുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ പ്രോബ്ലം വരണം. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം, സിംഗിൾ എൻട്രിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു പ്രോബ്ലം. ഇതാണ്. അപ്പോൾ ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ IFRSൻ്റെ തിയറിയും പിന്നെ ഈ പറയുന്ന ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ പ്രോബ്ലംസ് ജേണൽ എൻട്രി എഴുതാനാണ് വരിക. ഇത് രണ്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നാലും രണ്ടും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്കും. പാർട്ട് എയിൽ ഒന്നും കഴിയാത്തവർ സെക്കൻഡ് ചാപ്റ്ററിലുള്ള തിയറി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10നേക്കാൾ കൂടുതൽ അവിടെ നിന്ന് കിട്ടും. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ തന്നെ 25 മാർക്കിൻ്റെ അടുത്ത് അവിടെ എത്തി. പാർട്ട് ബിയും നമ്മൾ അറിയുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സാകും. ഇനി ഹൈ മാർക്കിലോട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ദെൻ ഏതൊക്കെ ചോദ്യങ്ങളിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ 15 ചോദ്യങ്ങളിൽ 7 മുതൽ 8 ചോദ്യങ്ങൾ വരെ സെക്കൻഡ് ചാപ്റ്ററിലാണ്. ഇതിൻ്റെ ഒരു അലോക്കേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് സിംഗിൾ എൻട്രി ആണ്. അതിൽ നിന്ന് ഒരു 2 ചോദ്യങ്ങൾ വരെ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L വരച്ചിട്ട് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ആ ഒരു കൺസെപ്റ്റ്,
ഇതൊക്കെ പിന്നെ കൺവേർഷൻ മെത്തേഡ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ തിയറീസിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ദെൻ പിന്നെ ഇഷ്യൂ ഷെയർസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കമ്പനി എന്താണ്, ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ, ഡിസ്കൗണ്ട്, പ്രീമിയം, ഇതിലേതെങ്കിലും ഒരെണ്ണം. റിസർവ് ക്യാപിറ്റൽ എന്താണ്, ക്യാപിറ്റൽ റിസർവ് എന്താണ്, പല തരത്തിലുള്ള ക്യാപിറ്റലിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഓതറൈസ്ഡ് ഇഷ്യൂഡ് അങ്ങനത്തെ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. കോൾസ് ഇൻ അരിയേഴ്സ് എന്താണ്, കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്, ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്, ഇസോപ്പ് എന്താണ്, സ്വെറ്റ് ഇക്വിറ്റി ഓഫ് ഷെയർസ് എന്താണ്, പിന്നെ ഷെയർ എന്താണ്, ഇക്വിറ്റി ഷെയർ എന്താണ്, അതുപോലെ തന്നെ ഡിബഞ്ചർ എന്താണ്, പ്രിഫറൻസ് ഷെയർസിലെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ എന്താണ് ആനുവൽമെന്റ് ഓഫ് ഫോർ ഫീച്ചേഴ്സ്, റീഷ്യോ ഷെയർസ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നിന്നൊരു 7 ചോദ്യങ്ങൾ മിക്കതും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മുടെ മെയിൻ എന്താണ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ നമുക്ക് തേർഡ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഡിബഞ്ചേഴ്സ് എന്താണ്, ഡിബഞ്ചേഴ്സിൽ ഏതെങ്കിലും ടൈപ്സിൽ ഒരെണ്ണം, രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സോ ബെയറർ ഡിബഞ്ചേഴ്സോ അങ്ങനെ എന്താണ് പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അവിടെ ചോദിക്കാറ്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് IFRS എന്താണ്, IFRS കൺവേർജൻസ് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, IASB എന്താണ്, അപ്പോൾ അങ്ങനെ NFRA അങ്ങനത്തെ ഒരു അതോറിറ്റീസിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് പിന്നെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നിഷൻ, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഫൈനൽ അക്കൗണ്ടിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, CDDT എന്താണ്, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ പ്രൊവിഷൻ ഫോർ എന്താണ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ്, ഇങ്ങനെ ഫൈനൽ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അല്ലെങ്കിൽ 1-2 തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. IFRS നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് വരാറ്. ഇതിൽ നിന്നൊരു 5-6 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. ഞാൻ പറഞ്ഞു സെക്കൻഡ് ചാപ്റ്റർ മാത്രം നോക്കിയാൽ കിട്ടും. അപ്പൊ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പോസിബിൾ ആണ്. പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞില്ലെങ്കിലും ഈ തിയറിയെങ്കിലും പഠിച്ച് അവസാനിപ്പിക്കാൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് essay ആണ്. essayയിൽ ഞാൻ പറഞ്ഞു ഒന്നും കഴിയാത്ത കുട്ടി IFRSന്റെ തിയറി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ തിയറിയും പിന്നെ പ്രോബ്ലം, അത് സെക്കൻഡ് ചാപ്റ്ററിൽ ഇഷ്യൂ ഷെയർസിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം അത് നോക്കാം. +2 മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ് അഫയേഴ്സ് മെത്തേഡിലുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ പ്രോബ്ലം ആണ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ചെയ്യാനുള്ള ബാലൻസ് ഷീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും കമ്പനിയുടെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ്. അപ്പൊ ഈ 2 ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം കുട്ടികൾ ചോദിക്കാറുള്ളതാണ്. ദെൻ അതിനുശേഷം പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ 8 ചോദ്യങ്ങളിൽ 5 പ്രോബ്ലം 3 തിയറിയാണ് വരാറ്. അപ്പൊ ഹൈ മാർക്കിലോട്ട് പോകണമെങ്കിൽ, ഹയസ്റ്റ് സ്കോറിലോട്ട് പോകണമെങ്കിൽ പ്രോബ്ലം വരുന്നത് കൺവേർഷൻ മെത്തേഡിൽ നിന്നൊരു പ്രോബ്ലം, ടോട്ടൽ പർച്ചേസോ ടോട്ടൽ സെയിൽസോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺവേർഷൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം ആണ് സിംഗിൾ എൻട്രിയിൽ നിന്ന് വരാറ്. ഇഷ്യൂ ഷെയർസിൽ ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് 2 പ്രോബ്ലം, ഡിബഞ്ചേഴ്സിൽ ഒരു പ്രോബ്ലം, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ് P&L സർപ്ലസ് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊരു എന്താണ് പ്രോബ്ലം ഫൈനൽ അക്കൗണ്ടിൽ നിന്ന്. പിന്നെ തിയറി വരുന്നത് ഒരെണ്ണം സിംഗിൾ എൻട്രിയിൽ നിന്ന്, അതിപ്പോൾ സിംഗിൾ എൻട്രിയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനത്തെ ഒരു തിയറിയോ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ, അതൊരെണ്ണം. അതല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ക്യാപിറ്റൽ അങ്ങനത്തെയോ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിഫറെന്റ് ടൈപ്സോ, അങ്ങനെ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസോ അങ്ങനെ ഒരെണ്ണം നമുക്ക് തിയറി ആയിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫൈനൽ പിന്നെ IFRS നിന്നാണ് പിന്നെ IFRS കൺവേർജൻസ്, IFRSന്റെ ഇമ്പോർട്ടൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, IASBനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം തിയറി. അപ്പോൾ ഒരു 3 തിയറി ചോദ്യമാണ് പാർട്ട് ബിയിൽ വരാറ്, 5 പ്രോബ്ലം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് എന്താണ് പാർട്ട് ബി. അപ്പോൾ പാർട്ട് ബി നമുക്ക് എന്താണ് തിയറി 3 വരുന്നത് നോക്കാം. അതല്ലെങ്കിൽ ഹൈ മാർക്കിലോട്ട് പോകണമെങ്കിൽ പ്രോബ്ലം തന്നെ പഠിക്കണം. അപ്പോൾ ഒന്നും കഴിയാത്തവർ പാർട്ട് എയും പാർട്ട് സിയും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാസ്സാകാൻ പറ്റും. ദെൻ ഹൈ മാർക്കിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി
ഫോക്കസ് ചെയ്യണം. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഈ ഒരു പേപ്പറിൽ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം 50 മാർക്കിൻ്റെ തിയറി ചോദ്യം വരും. ബട്ട് തിയറി മാത്രം പഠിക്കുമ്പോൾ ജസ്റ്റ് പാസ്സാകാനുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ പറയുന്ന തിയറിയൊക്കെ നമ്മുടെ പ്രോബ്ലം പഠിക്കാനുള്ള കൺസെപ്റ്റുകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ 25 മാർക്ക് തിയറി ചോദ്യങ്ങൾ, പാർട്ട് ബിയിൽ 3 തിയറി ചോദ്യങ്ങൾ 15 മാർക്ക്, അപ്പോൾ എത്രയായി 40 മാർക്കായി. ദെൻ എസ് എ ഒരെണ്ണം തിയറി, അപ്പോൾ 50 മാർക്കിൻ്റെ തിയറി ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ 50 മാർക്കും മൊത്തം തിയറി സ്കോർ ചെയ്തിട്ട് അതിൽ നിന്ന് പാസ്സാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മിസ്സായി കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാനൊക്കെ പറ്റും. കാരണം എന്താണ്, ഔട്ട് ഓഫ് 80ൽ 50 മാർക്കിൻ്റെ തിയറി ഉണ്ട്. ബട്ട് പ്രോബ്ലം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പേടിക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മറുപടി തന്നെ. ദെൻ അപ്പോൾ ഇതാണ് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ സെക്കൻഡ് ചാപ്റ്റർ പരമാവധി അവസാനിപ്പിക്കാൻ നോക്കുക. ചിലപ്പോൾ ആ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പാസ്സാക്കാൻ പറ്റും. കാരണം ആ ചാപ്റ്ററിൽ നിന്ന് 7 മുതൽ 8 ചോദ്യങ്ങൾ വരെ നമുക്ക് 2 മാർക്കിൻ്റെ, അപ്പോൾ ഒരു 16 മാർക്ക് അതിൽ നിന്ന് വന്നു. 3 ചോദ്യങ്ങൾ വരെ നമുക്ക് പാർട്ട് ബിയിൽ വരുന്നില്ല, 15 മാർക്ക്, അപ്പോൾ 31 മാർക്ക്. എസ് എക്ക് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 മാർക്കിൻ്റെ ചോദ്യം ഒരു ചാപ്റ്ററിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ആ ചാപ്റ്ററല്ലേ ആദ്യം പഠിക്കണ്ടേ? അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും മാത്രം പഠിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഹൈ മാർക്കിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്, പാസ്സാകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, സെക്കൻഡ് ചാപ്റ്റർ, പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ, പിന്നെ ഡിബഞ്ചർ, ബാക്കിയുള്ള ആ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് 5 മണിക്ക് ക്വിക്ക് റിവിഷൻ എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പഠിച്ചാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.